ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ നിഷി റോഷിനിയോട് ചില സംശയങ്ങൾ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീകളുടെ ജീവിതചക്രത്തിൽ ആർത്തവവിരാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എന്താണ് ആർത്തവവിരാമം ഒന്ന് വിശദീകരിക്കാമോ? 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ എപ്പോൾ വേണമെങ്കിലും ആർത്തവവിരാമം സംഭവിക്കാം. നമ്മുടെ ഇന്ത്യൻ വനിതകളിൽ സാധാരണയായി 45 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കാണ് ആർത്തവവിരാമം സംഭവിക്കുന്നത്. ഇതൊരു 55 വയസ്സ് വരെ വേണമെങ്കിൽ നീണ്ടുപോകാം. 55 വയസ്സ് കഴിഞ്ഞും ആർത്തവം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആർത്തവവിരാമത്തിന് ശേഷം രക്തം പോക്ക് ഉണ്ടാകുകയാണെങ്കിലോ ഡോക്ടറെ കാണേണ്ടതാണ്. ആർത്തവവിരാമം എന്ന് പറഞ്ഞാൽ 1 വർഷത്തോളം ആർത്തവം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ആർത്തവവിരാമം വന്നതായി കണക്കാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആർത്തവവിരാമത്തിന് ശേഷം എപ്പോഴെങ്കിലും രക്തം പോവുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. ഈ ഡോക്ടറെ കാണേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല, അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? എപ്പോഴൊക്കെയാണ് ആർത്തവവിരാമത്തിന് ശേഷം, മെനോപോസിന് ശേഷം രക്തസ്രാവം ഉണ്ടായാൽ എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത്? ആർത്തവവിരാമത്തിന് ശേഷം എപ്പോഴെങ്കിലും 1 പ്രാവശ്യം പോലും പോവുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. ആർത്തവവിരാമം സംഭവിച്ചിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളിൽ സാധാരണ കാണുന്നത് അമിതമായ ചൂടും വേർപ്പുമാണ്. ഇതിനെ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. പിന്നീട് കാണുന്നത് അമിതമായി ശരീരഭാരം വർദ്ധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉറക്ക അസ്വസ്ഥതകൾ കാണാറുണ്ട്. ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ അമിതമായി വേർത്ത് ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, പിന്നീട് ഉറക്കം വരാതിരിക്കുക. അതോടൊപ്പം തന്നെ മാനസിക പ്രശ്നങ്ങളും കാണാറുണ്ട്. അതായത് ദേഷ്യം വരിക, സങ്കടം വരിക, വിഷാദം വരിക, പിന്നെ ഓർമ്മക്കുറവ് വരിക, ഇതൊക്കെ സാധാരണയായി കാണാറുണ്ട്. അപ്പം മെനപ്പോസിന് ശേഷം സ്ത്രീകളിലെ പല പ്രശ്നങ്ങളുണ്ട്. അതിനാദ്യം പറഞ്ഞല്ലോ ഈ ഹോട്ട് ഫ്ലഷസ്. പലർക്കും എന്താണ് ഈ ഹോട്ട് ഫ്ലഷസ്, എന്താണ് അനുഭവപ്പെടുന്നതെന്ന് അറിയില്ല, അതൊന്ന് വിശദീകരിക്കാമോ ഒന്നുകൂടെ? ഹോട്ട് ഫ്ലഷസ് സാധാരണ ഉണ്ടാകുന്ന ഈസ്ട്രജൻ്റെ കുറവ് മൂലമാണ്. ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ നെഞ്ച് ഭാഗത്തുനിന്ന് ഒരു ചൂട് അനുഭവപ്പെടും. ഈ ചൂട് മുകളിലോട്ട് ഇങ്ങനെ കയറി കഴുത്ത് വഴി തലയിലോട്ട് പോകും. അത് കഴിയുമ്പോൾ ഒരു വേർപ്പ് അനുഭവിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു കുളിരും വേർപ്പുമാണ് വരിക. ഇത് അമിതമായിട്ടുണ്ടാകുകയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും ചികിത്സകളുണ്ടോ? ഹോട്ട് ഫ്ലഷസിന് ശരിക്കും പറഞ്ഞാൽ ഈസ്ട്രജൻ, ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് നല്ലത്. പിന്നെ ചില ഭക്ഷണം അമിതമായി കാപ്പി ചായയുടെ ഉപയോഗം ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഈ ഭക്ഷണത്തിൽ സോയ പോലുള്ള ഭക്ഷണം ഉൾപ്പെട്ടാൽ കുറച്ചൊക്കെ ശമനം കിട്ടും. ഈ ഹോർമോൺ ചികിത്സ എടുത്തത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഹോർമോൺ ചിലർക്ക് മാത്രമേ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഹൃദ്രോഗമുള്ളവർക്ക്, പ്രമേഹമുള്ളവർക്ക്, ക്യാൻസർ ഉള്ളവർക്ക്, ഇങ്ങനെ ഏത് ഹോർമോൺ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡോക്ടർ വിശദമായ സംസാരിച്ച ശേഷം, ഹിസ്റ്ററി, രോഗികളുടെയും കുടുംബത്തിൻ്റെയും, എന്തെങ്കിലും ഇതേപോലെ ക്യാൻസറിൻ്റെ, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്കൊന്നും ഹോർമോൺ കൊടുക്കാറില്ല. അപ്പം എല്ലാവർക്കും ഈ ഹോർമോൺ കൊടുക്കാൻ പാടില്ല. ക്യാൻസർ അങ്ങനെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. സാധാരണ എത്ര വർഷത്തേക്ക് കൊടുക്കാൻ സാധിക്കും? ഒരു 60 വയസ്സിന് ശേഷം സാധാരണ ഈ കൊടുക്കാറില്ല. ആർത്തവവിരാമം സംഭവിച്ച ഒരു 5 വർഷത്തോളമാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഓക്കെ. അപ്പം ഈ ഹോട്ട് ഫ്ലഷസിന് വേണ്ടി ചില ഭക്ഷണങ്ങൾ പറഞ്ഞു. ഈ സോയാബീൻ, എന്തുകൊണ്ടാണ് സോയാബീൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ട് ഫ്ലഷസ് കുറയുമെന്ന് പറയുന്നത്? അതിനകത്ത് നാച്ചുറൽ ഈസ്ട്രജൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ നാച്ചുറലായിട്ട് മെനപ്പോസ് വരും. അതുപോലെ തന്നെയാണല്ലോ ഇപ്പം ഹിസ്റ്ററക്ടമി, വളരെ പ്രചാരത്തിലുള്ളൊരു സർജറി ആണല്ലോ. ഈ ഹിസ്റ്ററക്ടമി കഴിഞ്ഞ് അതും മെനപ്പോസിന് തുല്യമാണല്ലോ, ആർത്തവവിരാമത്തിന് തുല്യമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ഹോർമോൺ ചികിത്സ ചെയ്തവർക്ക് ആർത്തവവിരാമം സംഭവിച്ചാലും പക്ഷേ മെൻസസ് ഇല്ലാതിരിക്കും. പക്ഷേ അണ്ടാശയം ഉണ്ടെങ്കിൽ
അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം ഉള്ളിടത്തോളം കാലം ഈ ഹോർമോണിൻ്റെ കുറവുകൾ ഉണ്ടാവാറില്ല. അതായത് അണ്ടാശയ ഓപ്പറേഷൻ വഴി എടുത്ത് റിമൂവ് ചെയ്താൽ മാറ്റപ്പെട്ടവർക്കാണ് ഈ ഹോർമോണിൻ്റെ കുറവ് വന്ന് ഈ ആർത്തവവിരാമമായിട്ട് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണും. അതായത് യൂട്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്കിൽ അവർക്ക് ഹോട്ട് ഫ്ലഷസ് വരില്ല. അതേസമയം യൂട്രസിനോടൊപ്പം ഓവറിയും കൂടെ മാറ്റിയെങ്കിൽ മാത്രമേ വരുള്ളൂ. യൂട്രസ് എടുത്ത് കഴിഞ്ഞവർക്കും ഓവറി എത്രത്തോളം, അത് പ്രായം അനുസരിച്ച് ഓവറിയുടെ ഫങ്ഷൻ നിൽക്കുന്നവരെ, സാധാരണ ഞാൻ പറഞ്ഞു ഹോർമോണിൻ്റെ പ്രശ്നം നിൽക്കുന്നത് 45, 50, 55 വയസ്സ് വരെ നീണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓവറിയുടെ ഹിസ്റ്റക്ടമി ചെയ്തവർക്കും ഓവറി ഉണ്ടെങ്കിൽ ആ ഹോർമോൺ കുറേ നാളത്തേക്ക് പ്രവർത്തിച്ച് ഹോർമോണിൻ്റെ കുറവുണ്ടാകാറില്ല. ഇന്നത്തെ സെഷനിൽ നമ്മൾ മെനപ്പോസ് എന്താണ്, എപ്പോഴാണ് മെനപ്പോസ് ഉണ്ടാകുന്നത്, ഈ മെനപ്പോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായ ഹോട്ട് ഫ്ലഷസ് എന്താണ്, ഹോട്ട് ഫ്ലഷസ് എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത സെഷനുകളിൽ നമുക്ക് മെനപ്പോസ് കഴിഞ്ഞ അല്ലെങ്കിൽ ആർത്തവവിരാമം ഉണ്ടായ സ്ത്രീകളിലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. താങ്ക് യു.